സുഖമോ ദേവി, സുഖമോ ദേവി. ബന്ധിച്ച ഹനുമാനെയും കൊണ്ട് ലവകുശന്മാർ സീതാദേവിയുടെ അടുക്കലെത്തുന്നു. അപ്പോ സീതാദേവി ഹനുമാനെ കാണുമ്പോൾ തിരിച്ചറിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഹന്ത ഹന്ത ഹനുമാനെ ബന്ധിതനായതും പാർത്താൽ എന്നിങ്ങനെ. അത് നമ്മുടെ പുന്നാഗവരാളി രാഗത്തിലാണ് പാടുന്നത്. അതിന് മറുപടിയായിട്ട് ഹനുമാൻ സീതാദേവിക്ക് സുഖമായിരിക്കില്ല എന്നറിഞ്ഞിട്ടും എന്തെങ്കിലും ഒക്കെ ചോദിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ചോദിക്കുകയാണ്, സുഖമോ ദേവി എന്ന്. ഇത് നാട്ടക്കുറിഞ്ഞി രാഗത്തിലാണ് പാടുന്നത്. ഈ സുഖമോ ദേവിയാണ് സുഖമോ ദേവി എന്ന പാട്ട് എഴുതാനായിട്ട് ONV കുറുപ്പിന് പ്രചോദനമായിട്ടുള്ളത്. മാത്രമല്ല ഇത് മറ്റൊരു സിനിമയിലും ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏതാണെന്ന് ഞാൻ പിന്നാലെ പറഞ്ഞുതരാം. ഈ ലവണാസുരവധം ആട്ടക്കഥ എഴുതിയിട്ടുള്ളത് പാലക്കാട് അമൃത ശാസ്ത്രികളാണ്. സുഖമോ ദേവി എന്നുള്ള വരി കഥകളിയില് നാട്ടക്കുറിഞ്ഞി രാഗത്തിലാണ് എങ്കിൽ സിനിമാ പാട്ടിലേക്ക് വരുമ്പോൾ അത് നടഭൈരവി രാഗത്തിലെയുമാണ്. അപ്പോ ഈ സുഖമോ ദേവി ഉപയോഗിച്ചിട്ടുള്ള സിനിമ ഏത്, മറ്റൊരു സിനിമ ഏതെന്നറിയോ? അതാണ് ആനന്ദ ഭൈരവി. ഈ ആനന്ദ ഭൈരവിയിലെ സായികുമാർ ഒരു കഥകളി നടനായിട്ടാണ് അഭിനയിക്കുന്നത്. ഇതില് സായികുമാറിന്റെ മകനായിട്ടുള്ള അപ്പു എന്ന കഥാപാത്രത്തിന് ഒരു അസുഖം ബാധിച്ച് മരണക്കിടക്കയില് ഹോസ്പിറ്റലിൽ കിടക്കണം. അപ്പോ ആ സമയത്ത് ഈ അപ്പു എന്ന കഥാപാത്രം സായികുമാറിനോട്, എനിക്ക് അമ്മയെ കാണണം, ഞാൻ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഹനുമാനാണെന്ന് കരുതൂ, അച്ഛൻ സീതയാവൂ എന്ന് പറയും. അപ്പോ പശ്ചാത്തലത്തിൽ കോട്ടക്കൽ മധു പാടുകയാണ്, ഹന്ത ഹന്ത ഹനുമാനെ. അപ്പോ അത് സീതാദേവിയായിട്ട് നമ്മുടെ സായികുമാർ ആടിത്തീർക്കുമ്പോ തിരിച്ചു മറുപടിയായിട്ട് മരണമൊഴി എന്നോണം സുഖമോ ദേവി എന്ന് ആണ് ഈ അപ്പു എന്ന കഥാപാത്രം പാടുന്നത്. സുഖമോ ദേവി. അപ്പോ സുഖമോ ദേവി ഉപയോഗിച്ചിട്ടുള്ള 2 സിനിമകളാണ്. ഒന്ന് സുഖമോ ദേവി സിനിമയും, രണ്ടാമത്തേത് ആനന്ദ ഭൈരവിയും. ദിസ് ഇസ് ആർതി കൃഷ്ണൻ ഫ്രം മ്യൂസിക് സ്റ്റോറീസ്. ബൈ ബൈ.